അതുപോലെ തന്നെ ഇത് ബേസ് മോഡല് മുതൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, RPM വരുന്നുണ്ട്. കുഴപ്പമില്ല. ഇതിങ്ങനെ വരാൻ കാരണം ഇതൊരു നമ്മള് ഒരു ആണുങ്ങൾ പനിയിട്ട പോലത്തെ ഒരു സെറ്റപ്പിൽ വരാൻ കാരണം എന്ന് വെച്ചെങ്കിൽ പിന്നെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് വണ്ടിക്ക് നല്ല ലുക്കാണ്. ഇതിന് മുന്നേ സ്വിഫ്റ്റ് കാർ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഇതിന്റെ AC ബേസ് മോഡൽ മുതൽ പുതിയ മോഡലില് ഓട്ടോമാറ്റിക് ഒരു സംവിധാനത്തിലാണ് വെറും 7500 കിലോമീറ്ററോളം കഷ്ടി ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ബേസ് മോഡൽ LXi എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ സ്റ്റീരിയോ കമ്പനി വരുന്നില്ല, സ്റ്റീരിയോ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ചാർജിങ് പോയിന്റ് താഴത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ AC ബേസ് മോഡൽ മുതൽ പുതിയ മോഡലിൽ ഓട്ടോമാറ്റിക് എന്നൊരു സംവിധാനത്തിലാണ് വരുന്നത്. അതെങ്ങനെ വെച്ചാൽ ഇത് നമ്മുടെ AC ഓണാക്കാനും ഓഫാക്കാനും. ഇപ്പോൾ ഇത് ഓഫിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ AC ഓണാക്കണമെങ്കിൽ ഈ സാധനം ഓണാക്കി കഴിഞ്ഞാൽ ഫാൻ ഒന്നിൽ വരും. ഇത് 2, 3 ഇത് ഫാനിൻ്റെ സ്പീഡാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ കൂളിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വരുന്നത് ഇതിലാണ്. അത് നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തീരെ കൂളില്ലാതെ വരും. ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഇതിൽ വരുമ്പോൾ അതിൻ്റെ ഹീറ്റാണ് ഹോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങിലേക്ക് വരും. അതേപോലെ തന്നെ ഇതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് ഇതിൽ ഈ മാക്സ് എന്ന് പറഞ്ഞിട്ട് AC-യുടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിൽ അത്യാവശ്യത്തിനും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല കൂള് കിട്ടുന്നുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒന്നുകൂടി ഓവറായിട്ട്, അതായത് ആവശ്യത്തിലധികം ഉള്ളൊരു കൂള് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ മാറ്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെയും മാറ്റ് വരുന്നുണ്ട്. പിന്നെ ഗിയർ നോബ് സാധാ ഒരു നോബാണ് നമുക്ക് വരുന്നത്. ഹാൻഡ് ബ്രേക്കിന് ഇതിൽ സാധാ ഒരു ഇതാണ് വരിക. അതുപോലെ ഗിയർ നോബും സാധാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഈ ഒരു ഇതും നോർമലാണ് വരുന്നത്. ബേസ് മോഡലായതുകൊണ്ട് തന്നെ നോർമലാണ്. അതുപോലെ ഗ്ലാസ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങളൊന്നും ഇല്ല, ഒറ്റ ഇത് തന്നെയാണ്. ഡേ നൈറ്റ് എന്ന് പറഞ്ഞ സംവിധാനമില്ല. അതുപോലെ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇതിൽ. പിന്നെ ബാക്കിലോ സെൻറ്ററിലോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ സീറ്റ് കവർ നമ്മൾ അഡീഷണൽ ഷോറൂമിൽ നിന്ന് അടിച്ചിട്ടുള്ളൊരു സീറ്റ് കവറാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിങ്ങനെ വരാൻ കാരണം ഇതൊരു നമ്മൾ ഒരു ആണുങ്ങൾ പനിയിട്ട പോലത്തെ ഒരു സെറ്റപ്പിൽ വരാൻ കാരണം എന്ന് വെച്ചെങ്കിൽ ഇതിൽ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ആ എയർ ബാഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഇങ്ങനൊരു ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബേസ് മോഡൽ മുതൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, RPM വരുന്നുണ്ട്. അതുപോലെ ഒരു ഓട്ടോ അതുപോലെ ഒരു ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ സംവിധാനം, ട്രാക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറയും, അത് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പെട്രോളിൻ്റെയും അതുപോലെ ബോണറ്റിന് തുറക്കുന്ന സംവിധാനം. അതുപോലെ സീറ്റ് കവറിൻ്റെ ബാക്കിലത്തെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരിക. ഇത് നമുക്ക് മൊത്തം ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ്, ഫുള്ള് ഒറ്റയടിക്ക് ഫോൾഡ് ചെയ്യുന്ന ടൈപ്പാണ് നമുക്ക് ഇത് വരുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ ബാക്ക് സീറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒറ്റ ഇതിൽ ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിൽ റിയറേസ് ഇവൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കപ്പ് ഹോൾഡർ മാത്രമാണ് ഇതിലുള്ളൂ. പിന്നെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. അതുപോലെ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഡോർ ഹാൻഡിൽ, അതുപോലെ 4 ഡോർ ഹാൻഡിലും, അതേപോലെ ഈ മിററിൻ്റെ ഇതും നമുക്ക് ബ്ലാക്ക് കളറാണ് വരിക. അത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ആ ബോഡി കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീൽ കപ്പ് നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ റെയിൻ ഗാർഡ് നല്ലൊരു ഇതാണ്, ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് അവർ തന്നിട്ടുള്ളതാണ്. അതേപോലെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇത് കാണാൻ നല്ല ലുക്കാണ്. ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നിട്ടുള്ളതാണ്, ഈ സൈഡ് ബിഡിങ്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാണാൻ നല്ല ലുക്കാണ്. ഹെഡ്ലൈറ്റ് സാധാ ഹലോജൻ ബൾബാണ് വരിക. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഗ്രില്ലിൻ്റെ ബ്ലാക്ക് പോർഷൻ്റെ ഇടയിൽ ഈ റെഡ് ലൈൻ വരുന്നത് നല്ലൊരു ലുക്കായിട്ട് എടുത്ത് കാണിക്കും. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ലുക്കാണ് വണ്ടിക്ക് കാണുന്നത്. അപ്പോൾ ഇതിലൊരു ഇത് വരുന്നുണ്ട്. അതേപോലെ ബാക്കിൽ മറ്റേ വീല് വരുന്നുണ്ട്. വീല് സാധാ വീലാണ് വരിക. അതേപോലെ അതിൻ്റെ സ്പാനർ കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ജാക്കി സാധനങ്ങൾ, ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എല്ലാം വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഷോക്കപ്പിൻ്റെ ഇതാണ്. പിന്നെ ബാക്കിലത്തെ ടൈൽ ലാമ്പ് കാണാൻ നല്ല ആദ്യമായിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഇത് ഡോർ ക്ലോസ് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു
അല്ലെ ഈ ടൈൽ ലാമ്പിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നത് കാണാനൊരു നല്ലൊരു ലുക്കാണ്. പിന്നെ നമ്മൾ മേലെ ഒരു ബ്ലാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ഈ മേലത്തെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണാൻ വേണ്ടിക്ക് നല്ലൊരു ലുക്കാണ്. നമ്മൾ ഓവറോൾ പിന്നെ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് വണ്ടിക്ക് നല്ലൊരു ലുക്കാണ്. ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോള് കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇത് നോർമൽ ഒരു വീലാണ്. പിന്നെ എയർ ബാഗുകൾ ഇതിൽ അത്യാവശ്യത്തിന് എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ് 6 or 7 എയർ ബാഗ് ഇതിലുണ്ട്. ഇതിലൊരു എയർ ബാഗ് ഉണ്ട്, പിന്നെ അതിലൊരു എയർ ബാഗ് ഉണ്ട്, പിന്നെ ഈ സീറ്റിൽ എയർ ബാഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് പിന്നെ അടി തട്ടൽ കൂടുതലാണ്. നമ്മൾ ചെറിയൊരു ഹമ്പാണെങ്കിൽ പോലും നോക്കിയെടുത്തില്ലെങ്കിൽ അത് അടി തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കുണ്ടും കുഴിയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ അടിയൊക്കെ തട്ടി ഒരു ഇതാവും. അത് ഇതിൻ്റെ സ്വിഫ്റ്റ് ഹൈറ്റ് കുറവാണ്, അതിൻ്റെ ആയിരിക്കാം. മുന്നത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനാട്ടി കൂടുതൽ തട്ടൽ കൂടുതലാണ് ഇത്. പിന്നെ അതുപോലെ പിക്കപ്പ് കുറവാണ്. സംഭവം 1000cc ആണ്. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാർ വണ്ടി എടുക്കുന്നത്. എന്നിരുന്നാൽ കൂടി അതിൻ്റെ ഒരു മുന്നത്തെ സ്വിഫ്റ്റ് ഓടിച്ച് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് ഇത് ഒരു കാരണവശാലും ഒരു സുഖമായിട്ട് തോന്നില്ല. ഇതിന് മുന്നേ സ്വിഫ്റ്റ് കാർ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, വണ്ടി നോർമലി നമുക്കൊരു 4ാമത്തെ ഗിയർ വരെയാണ് നോർമലി പോകാൻ പറ്റുള്ളൂ. 5ാമത്തെ ഗിയർ എന്നുള്ളത് പറയുന്നത് അത്രയും നല്ല റോട്ടിലാണ് പോകാൻ പറ്റുള്ളൂ. അതേപോലെ വലി ഭയങ്കര കുറവാണ്. അതായത് വാഗനർ നമ്മൾ 1000cc മുന്നത്തെ വാഗനർ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതുപോലെ വെയിറ്റ് കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആണുള്ളത്, നമ്മൾ വെയിറ്റ് നോർമലി കയറ്റിയിട്ടില്ല. നമ്മൾ 2 ആൾക്കാർ 3 ആൾക്കാർ വെച്ചിട്ടാണ് കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് തോന്നിയത് ഇതാണ്, വലി വളരെ കുറവാണ്. പിന്നെ ഈ ഒരു ഇപ്പൊ ഈ സ്വിഫ്റ്റിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്, അതിന് ഏകദേശം 10 ലക്ഷത്തിന് മേലെ റേറ്റ് വരുന്നുണ്ട്. അത് അത്രയും ആഗ്രഹമുള്ളവർക്ക് എടുക്കാന്നല്ലാതെ അത് നമുക്കൊരു വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ സ്വിഫ്റ്റിന്റെ ഇത്. പിന്നെ പുതിയൊരു ലുക്കിലും ഭാവത്തിലും ഇറങ്ങിയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മുന്നത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമില്ല. അതാണ് ഇതിന്റെ ഒരു ഇത്. ഓവറോൾ കാണാനുള്ള ലുക്ക് മാത്രമല്ല. പിന്നെ മൈലേജ് ഇവർ 24-25 കമ്പനി പറഞ്ഞെങ്കിലും അത്രക്കൊന്നും മൈലേജും ഇല്ല, മൈലേജും കുറവാണ്.